ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പുകാല ധ്യാനത്തിൻ്റെ തലക്കെട്ട് ക്രൂശിങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ലുക്ക് അപ്പ് ടു ദ ക്രോസ്. റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നിരപ്പ്, റെക്കൺസിലിയേഷൻ, ഇതാണ് ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒന്നാമതായി നാം കാണുന്നത്. ശുഭകോനോ ശുശ്രൂഷയിലൂടെ സഭ നോമ്പ് ആചരിക്കുന്ന വലിയ ദിനങ്ങളാണല്ലോ ഇത്. റെക്കൺസിലിയേഷൻ എന്ന വാക്ക് നമുക്കറിയാം, 2 വാക്കുകൾ ചേർന്നുള്ളതാണ്. റീ കൺസിലാറെ. ലാറ്റിൻ റൂട്ട് പഠിക്കുമ്പോൾ റീ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എഗൈൻ എന്നുള്ളതാണ്. കൺസിലാറെ, ടു മേക്ക് ഫ്രണ്ട്ലി, ടു ബി ടുഗദർ അഗെയിൻ, ടു കം അഗെയിൻ. ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവ് എന്നുള്ളതിനപ്പുറമായി ദൈവം സൃഷ്ടിയെ തന്നോട് തന്നെ മടക്കി വരുത്തുന്നു. റൂട്ട് വാദം കാറ്റലാഗെ എന്നുള്ളതാണ്. ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം God takes initiative to reconcile the world to God's self. ദൈവം ലോകത്തെ തന്നോട് തന്നെ നിരപ്പിക്കുവാനുള്ള ആദ്യ ശ്രമം നടത്തുന്നു. അതിനുള്ള പരിശ്രമം പൂർത്തീകരിക്കുന്നു ക്രിസ്തുവിലേക്ക് നമ്മെ ചേർക്കുന്നത് ദൈവമാണ്. ക്രിസ്തുവിലൂടെ തന്നോട് തന്നെ നമ്മെ നിരപ്പിക്കുന്ന ദൈവകൃപ. ഈ റെക്കൺസിലിയേഷനാണ് ഇന്നത്തെ ധ്യാന വിഷയം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരിക, അതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ദൈവസ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരും. റെക്കൺസിലിയേഷൻ എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥം കോൺഷ്യസ്ലി forgetting the limitations of the world, the wretchedness of the world, the vulnerability of the world, God reconciled എന്നുള്ളതാണ്. കുറവുകളെ മറന്നുകൊണ്ട് തന്നെ, കുറവുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെ, കുറവുകളെ കാണാതിരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ദൈവം പ്രപഞ്ചത്തെ തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ നിരപ്പാണ് ജീവനിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മെ ജീവനിലേക്ക് നയിക്കുന്ന കുരിശ്, നമ്മെ നിരപ്പിലേക്ക് നയിക്കുന്ന കുരിശ്, നമ്മെ ദൈവസ്നേഹത്തിലേക്ക് മടക്കി വരുത്തുന്ന കുരിശ്, ഇറ്റ് റിക്കൺസൈൽ അസ് ടു ഗോഡ് എഗെയിൻ. ദൈവത്തോട് നിരന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം വീണ്ടും അനുഭവിപ്പാനും, ദൈവമേ, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ചിന്തിപ്പാനും, ആ നിരപ്പിൻ്റെ ശുശ്രൂഷ പരസ്പരം ഏറ്റെടുക്കുവാൻ നമുക്കിടയാകട്ടെ. ശുഭകോന ശുശ്രൂഷയിൽ ഈ ബോധ്യമുള്ള ഇടവക ജനങ്ങളും ശുശ്രൂഷകരും ഒരുമിച്ച് ചേർന്ന് ദൈവിക നിരപ്പിനെ ധ്യാനിക്കുകയും പരസ്പരം നിരക്കുകയും ചെയ്യുന്നതാണ് ഈ ദിനത്തിൻ്റെ മഹത്വം. ദൈവം നമ്മെ തന്നോട് തന്നെ നിരപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. അത് നമുക്ക് ജീവൻ നൽകട്ടെ. ആമേൻ.